ഗുഡ് മോർണിംഗ് സർ. സുപ്രഭാതം. ഭവതി ഈ ഇരിപ്പിടത്തിലേക്ക് ആസനസ്ഥയായാലും ഇരിക്കാനാണോ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് പറഞ്ഞിങ്ങനെ ഒരു ഇതായി വരണുള്ളേ. താങ്ക് യു സർ. അവിടെ കുത്തിയിരുന്നോളൂ കേട്ടോ. താങ്ക് യു പറയണ്ട കേട്ടോ. ഇനി ഇവിടെ വരുമ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ മതി. നന്ദി സാർ. അപ്പൊ എന്താണ് ആഗമന ഉദ്ദേശം പറഞ്ഞു? സാർ, ഞാൻ കഴിഞ്ഞ മാസം 23-ാം തീയതി ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ അല്ല, അപേക്ഷ എന്ന് പറയും. അപേക്ഷയല്ല സാർ, അപേക്ഷ. അങ്ങനെയും പറയാം, രണ്ടു വിധത്തിലും പറയാം കേട്ടോ. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതിപ്പോ ഇവിടെ ഏത് അപേക്ഷ ആര് തന്നാലും നമ്മള് കൃത്യമായിട്ട് നോക്കും. സാറേ, ഞാനും എന്റെ കുട്ടികളും ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ അതിനുള്ള അപേക്ഷ ഇവിടെ KCB തന്നിട്ടില്ല. അത് നിങ്ങൾ വല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പൊ അവര് വല്ല പാറാവിനെയും വിട്ടുവരും. സാറേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ഭർത്താവ് സ്ഥലത്തിൽ, അദ്ദേഹം ജോലിക്കായിട്ട് വേറെ സ്ഥലത്താ. ദയവ് ചെയ്ത് ഞാൻ തന്ന അപേക്ഷ ഒന്ന് നോക്കൂ. അതെ, നോക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്നാന്ന് അപേക്ഷ? കഴിഞ്ഞ മാസം 23-ന്. 23 അല്ല, 23-ാം തീയതി ഒന്ന് പറയും. കഴിഞ്ഞ മാസം 23-ാം തീയതി. 23 ഞാൻ നോക്കട്ടെ കേട്ടോ. കഴിഞ്ഞ മാസം വെച്ചാൽ അത് ഈ ഫയലിനകത്ത് അല്ല, മറ്റേ ഈ രേഖകൾ സൂക്ഷിക്കുന്ന ചട്ടക്കൂടിൻ്റെ അകത്താണ് ഉണ്ടാവുക. നോക്കട്ടെ കേട്ടോ. 23-ാം തീയതി ഇതങ്ങനെ നിങ്ങളുടെ അപേക്ഷതായിരിക്കും. ഇത് തുടങ്ങണ തന്നെ 2 എന്ന് പറഞ്ഞിട്ടാണല്ലോ. അതേ, ഇതൊക്കെ മാറ്റണം. അയ്യോ, എന്ത് വെച്ച് തെറ്റുണ്ടോ സാർ? അല്ല, ഇത് നിങ്ങൾ എഴുതിയത് തെറ്റിയിട്ടല്ല, എഴുതിയതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെ തെറ്റാണ്. എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിപ്പോ എന്താ സംഭവിച്ചാലും ഇവിടെ ഇപ്പൊ സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. എന്താ വെച്ചാല് നിങ്ങളൊക്കെ തരുന്ന അപേക്ഷകൾ പൂർണ്ണമായിട്ടും മലയാളത്തിലായിരിക്കണം എന്നാണ്. അല്ല സാറ്, സാറ് കുറെ നേരം അപേക്ഷ എന്ന് പറയണു. ആ അപേക്ഷയിൽ എന്താ എഴുതിയിരിക്കുന്നത് സാറൊന്ന് നോക്കിയിട്ടുണ്ടോ? അല്ല, എഴുതിയിട്ട് അതിപ്പോ വായിച്ചിട്ടില്ല പറഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞാൽ എന്റെ വീടിന്റെ മുകളിലേക്ക് ഒരു മാവ് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വീട്ടിൽ ഞാനും കുഞ്ഞു മക്കളും മാത്രമേ ഉള്ളൂ. മാവ് വീഴാൻ നിൽക്കുന്നു. സാർ ഇത്ര ബുദ്ധിമുട്ടി വായിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. സാറേ, എന്റെ വീടിനോട് ചേർന്നൊരു വലിയ മാവ് നിപ്പുണ്ട്. അതെ, അതിന്റെ വേരറ്റ് നിൽക്കുകയാണ്. അത് റോഡിന്റെ അപ്പുറത്തേക്ക് വീണാലും പ്രശ്നമാണ്. അവിടെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 1 മണിക്കൂർ നേരത്തേക്ക് ആ ഫ്യൂസ് ഒന്ന് ഊരി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ മാവ് അങ്ങ് വെട്ടി മാറ്റാം. ഒരു അപകടം ഉണ്ടാവില്ല. അതാണ് ഈ അപേക്ഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് നോക്കുക പോലും ചെയ്യാനുള്ള മനസ്സില്ല. അല്ല, ഇപ്പൊ അതല്ല, ഇപ്പൊ നിങ്ങൾ തന്ന അപേക്ഷ തന്നെ ഇപ്പൊ ട്രാൻസ്ഫോമർ, ഫീസ്, ഓഫ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അത് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങളിവിടെ പരസ്പരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആടാം ഇത് 5000 ഉറുപ്പ്യ ഏറ്റവും ചുരുങ്ങിയതാ. ഇവിടെ 4 ആൾക്കാരുണ്ട്. അത് 4 20,000 ഉറുപ്പ്യൊക്കെ ഒരു അപേക്ഷയിൽ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ 5-6 അപേക്ഷ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബം തറവാടാവില്ലേ? സാറേ, പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ടാവും, അത് ശരിയാണ്. പക്ഷേ 1-2 വാക്ക് ഇംഗ്ലീഷിൽ എഴുതി എന്ന് വിചാരിച്ചിട്ട് ഒരു അപേക്ഷ എടുത്ത് അങ്ങോട്ട് കാറ്റി പറത്തുന്നതല്ല ശരി. അല്ല, അങ്ങനെ 1-2 എന്നല്ല, ഒരു വാക്കും ഇംഗ്ലീഷ് പാടില്ല. പൂർണ്ണമായിട്ടും മലയാളമായിരിക്കണം. നിങ്ങൾ ഇത് ആരോടായി പറയുന്നത്? ഇത് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ അപേക്ഷ ഇത്രയും ദിവസം ഫയലിനകത്ത് ഇരുന്നത്. എന്തെന്നാ ഈ ജാതി വർത്താനം പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പറയും? നിങ്ങൾ കുറെ നേരമല്ലേ മലയാളം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്താണ് കപ്പാസിറ്ററിന്റെ മലയാളം? എന്താണ് ട്യൂബ് ലൈറ്റിന്റെ മലയാളം? എന്താണ് വോൾട്ടേജിന്റെ മലയാളം? അല്ല, അതിപ്പോ ഞങ്ങളിപ്പോ അത് പഠിച്ചു വരണല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തു ആവാം. ഞങ്ങൾ സാധാരണക്കാര് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് തൊഴുത് നിൽക്കണം, അതല്ലേ വേണ്ടത്? എനിക്കിപ്പോ അറിയണ എന്റെ അപേക്ഷയ്ക്ക് ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റുമല്ലയോ? എന്താ ഈ ജാതി ആൾക്കാർ ഇങ്ങനെ വർത്താനം പറഞ്ഞു? സാറേ, ഞങ്ങളുടെയൊക്കെ ടാക്സ് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ശമ്പളം മേടിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളല്ലാതെ പിന്നെ ആരെ തീർപ്പ് കൽപ്പിച്ചു തരാ? അത് ശരി. ഇപ്പൊ ഞങ്ങൾ ശമ്പളം മേടിക്കണേലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? സാറേ, ഇനി വൈകിക്കണ്ട, തീരുമാനമാക്കിക്കോ. അതാണ് ഇത്ര നേരം പറഞ്ഞത്. ഇതിന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അപേക്ഷ പറ്റില്ല. നിങ്ങൾ മലയാളത്തിൽ വേറൊരു അപേക്ഷ എഴുതിക്കൊണ്ടി കേട്ടോ. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ സുഗതൻ സാർ എഴുതി തരും. ഒരു 10-100 ഉറുപ്പിയുടെ ചെലവേ വരുള്ളൂ. വേണ്ട സാർ, ഇനി ഒന്നും ചെയ്തു തരാം. രക്ഷപ്പെട്ടു കേട്ടോ. അതെങ്ങാനും എഴുതി തരണം പറഞ്ഞാൽ ഞാൻ ചക്രശ്വാസം വലിച്ചേനെ. സാറേ, വരുന്നവരൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ കഷ്ടാ.